ഇനി നമ്മൾ എക്സാമ്പിൾ 2 രണ്ടാമത്തെ എക്സാമ്പിളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ ചോദ്യം എന്താണെന്ന് നോക്കാം. കൺസിഡർ അഗെയിൻ ആൻ ഇലക്ട്രോൺ ട്രാപ്ഡ് ഇൻ എ വൺ ഡയമെൻഷണൽ റീജിയൻ ഓഫ് ലെങ്ത് 1 × 10⁻⁻10 meter. In the ground state, what is the probability of finding the electron in the region from x equal to 0.0090 nanometer to 0.0111 nanometer? In the first excited state, what is the probability of the finding electron between x equal to 0 and x equal to 0.025 nanometer? അപ്പോൾ നേരത്തെ അതേ സിസ്റ്റാണ്. ഇലക്ട്രോണ് വൺ ഡയമെൻഷണൽ ഇൻഫൈനൈറ്റ് വെല്ലിൽ ട്രാപ്പ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അതിലെ ആവറേജ് വാല്യൂ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. വാട്ട് ഈസ് ദ ആവറേജ് വാല്യൂ അല്ല, പ്രോബബിലിറ്റിയാണ് കണ്ടെത്താൻ പറഞ്ഞത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു ദിസ് ആൻഡ് എക്സ് ഈക്വൽ ടു ദിസ്. എക്സ് ഈ വാല്യൂം ഇതിൻ്റെ ഇടയ്ക്ക് ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം എന്താ പറഞ്ഞത്? ഗ്രൗണ്ട് സ്റ്റേറ്റിലെ പ്രോബബിലിറ്റി. ബി എന്താ? ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇതിൻ്റെ ഇടയ്ക്ക് കാണാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നത് എൽ എന്താണ്? 1 × 10⁻10 meter. വെല്ലിൻ്റെ ലെങ്ത് ഇത്രയാണ്. പാർട്ടിക്കിൾ ഇലക്ട്രോൺ ആണ്. അപ്പോൾ അതിൻ്റെ മാസ് 9.11 × 10⁻31 kilogram. അപ്പോൾ ഇനി ഒന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ഓപ്ഷൻ എ എന്താണ്? ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ ഇൻ ദ റീജിയൻ ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു 0.0090 to 0.0110 nanometer. അപ്പോൾ x1 എന്താ? x1 0.0090. x1 is equal to 0.0090 നാനോമീറ്റർ. ഇത് നാനോമീറ്റർ ആണ് ശരിക്ക്. 10 നാനോമീറ്റർ ആണിത്. അല്ല, 0.1 സോറി, ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 0.1 നാനോമീറ്റർ ആണിത്. നമ്മൾ ലെങ്ത്ത് -10 മാറ്റി ചെയ്താണെങ്കിൽ 0.01 നാനോമീറ്റർ. 0.1 നാനോമീറ്റർ. 1 നാനോമീറ്റർ എന്താ? 1 നാനോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻⁻9 meter. ആ കാര്യം ഓർമ്മ ഉണ്ടാവണം. ഒക്കെ എപ്പോഴും അറിയേണ്ട ഫാക്റ്റുകളാണ്. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ എ എന്ന ക്വസ്റ്റ്യന് ഉള്ള എ അതിലെ x1 എന്താണ്? 0.0090. x2 എന്താണ്? 0.0110. x2 എന്താണ്? 0.0110. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? പ്രോബബിലിറ്റി കണ്ടെത്തണം. ഇനി വേണ്ടത് പ്രോബബിലിറ്റി ടു ഫൈൻഡ് ദ പാർട്ടിക്കിൾ ബിറ്റ്വീൻ x1 ആൻഡ് x2 വേർ x1 ഈക്വൽ ടു ദിസ്, x2 ഈസ് ഈക്വൽ ടു ദിസ് ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു എന്താണ്? നമ്മളെ ഇൻഫിനിറ്റ് വെല്ലല്ലേ? ഇൻഫിനിറ്റ് വെല്ലിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് n ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് നമ്മളോട് കാണാൻ പറഞ്ഞത് P of x1 x2 ആണ്. P of x1 x2. Probability to find a particle between x1 and x2, that is given by x1 to integral x1 to x2 p of x dx. പ്രോബബിലിറ്റി ഡെൻസിറ്റിയെ x1 മുതൽ x2 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. അപ്പോൾ ഇവിടെ p of x നമുക്ക് അറിയണം. p of x എന്താ? ഇവിടെ കൊടുക്കണമെങ്കിൽ p of x വേണമല്ലോ. പ്രോബബിലിറ്റി ഡെൻസിറ്റി, ദാറ്റ് ഈസ് വി ഓൾറെഡി നോ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സൈസ് chi(x²). അപ്പോൾ സൈ ഓഫ് എക്സ് എന്താണെന്ന് അറിയണം. സൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈ ഓഫ് എക്സ് എന്താ? അതായത് നമ്മുടെ തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് വേവ് ഫംഗ്ഷൻ ഓഫ് പൊട്ടൻഷ്യൽ വെൽ, വേവ് ഫംഗ്ഷൻ ഓഫ് ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ. നമുക്ക് എല്ലാവർക്കും നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. സൈ ഓഫ് എക്സ് ഫോർ ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ ഈസ് ഈക്വൽ ടു √2/L sin n πx/L. ഇതാണ് വേവ് ഫംഗ്ഷൻ. ഇപ്പോൾ നല്ല സിമ്പിളായ കാര്യം. ഇനി നമ്മൾ ഇൻ്റഗ്രേഷനിലേക്ക് കൊടുക്കുക. P of x എന്താ? അപ്പോൾ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സൈ ഓഫ് x². ഇവിടെ ഇത് ഒരു കോംപ്ലക്സ് ഒന്നും ഇല്ലാത്ത ഫംഗ്ഷനാണ്. അപ്പോൾ
ഇമാജിനറി ഒന്നും ആയിട്ടൊന്നും ഐ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ മോഡുലസ് സ്ക്വയർ എടുക്കുമ്പോൾ എന്താണ്, കൊഞ്ചുഗേറ്റ് എടുത്താലും സെയിം തന്നെയാണ്. അപ്പോൾ മോഡുലസ് സ്ക്വയർ എടുക്കുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെ സ്ക്വയർ തന്നെയാണ്. അപ്പോൾ ഇത് ഇൻറ്റു റൂട്ട് ഓഫ് 2/l ഹോൾ സ്ക്വയർ സൈൻ സ്ക്വയർ n/x/l ഈസ് ഈക്വൽ ടു 2/l സൈൻ സ്ക്വയർ n/x/l. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിന് ഫോർ ഗ്രൗണ്ട് സ്റ്റേറ്റ്, നമ്മളിപ്പോൾ എ എന്നുള്ള പ്രോബ്ലം എന്താണ്, എ എന്നുള്ള ഫസ്റ്റ് പ്രോബ്ലം ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ n=1. അങ്ങനെയാണെങ്കിൽ p(x) എന്താണ്, അവിടെ n=1 എന്ന് കൊടുക്കുക. 2/l ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ വേവ് ഫംഗ്ഷൻ്റെ ഇതാണ് വേണ്ടത്. അപ്പോൾ n=1 കൊടുക്കുമ്പോൾ സൈൻ സ്ക്വയർ πx/l. ഓക്കെ, ഗ്രൗണ്ട് സ്റ്റേറ്റിലെ വേവ് ഫംഗ്ഷൻ എന്താ, ഇവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ വേവ് ഫംഗ്ഷൻ n=1 കൊടുത്താൽ കിട്ടുന്നതാണ്. റൂട്ട് ഓഫ് 2/l സൈൻ πx/l. ഓക്കെ, ഗ്രൗണ്ട് സ്റ്റേറ്റിലെ പ്രോബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ വേവ് ഫംഗ്ഷൻ്റെ സ്ക്വയർ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രോബിലിറ്റി ഡെൻസിറ്റി കണ്ടിന്യൂഷൻ n=1 എന്ന് കൊടുക്കുക, എന്തായാലും പ്രശ്നമില്ല. ഇനി നമുക്ക് പ്രോബിലിറ്റി ടു ഫൈൻഡ് ദ പാർട്ടിക്കിൾ ബിറ്റ്വീൻ x1 ആൻഡ് x2 കണ്ടെത്താം. അപ്പോൾ ഇനി പ്രോബിലിറ്റി ഡെൻസിറ്റി കണ്ടെത്താം. പ്രോബിലിറ്റി ഡെൻസിറ്റി അല്ല, x1ൻ്റെ x2ൻ്റെ ഇടയ്ക്കുള്ള പ്രോബിലിറ്റി, അതിൻ്റെ ആ ഒരു റീജിയനിൽ x1 x2 എന്നുള്ള ഇതിനെ ഇടയ്ക്കുള്ള റീജിയൻ ഉണ്ടല്ലോ, ആ റീജിയനിൽ കാണാനുള്ള പ്രോബിലിറ്റി ഈ ഫോർമുലയിൽ p(x)ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. x1 to x2 p(x) എന്താ, 2/l സൈൻ സ്ക്വയർ πx/l dx. 2/l x1ൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാം. നമുക്കെന്താ തന്നിട്ടുള്ളത്, 0 0 9 0. ആ വാല്യൂസ് ഇവിടെ ലിമിറ്റിൽ കൊടുക്കാം. ലിമിറ്റ് കൊടുക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സൈൻ സ്ക്വയർ πx/lനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഈ എല്ലിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. സൈൻ സ്ക്വയർ πx/l dx. സൈൻ സ്ക്വയർ πx/lന് എന്ത് ചെയ്യാം, 1 - cos 2πx/l എന്ന് കൊടുക്കാം. by 2. ഓക്കെ, 1 - cos 2πx/l/2 dx. എന്ത് ചെയ്യുക, ഇൻ്റഗ്രേഷൻ നടത്തുക. 2/l ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ ഒരു അടിയിൽ 2 ഉണ്ടാവും, 2 പുറത്ത് വരും. പിന്നെ x മൈനസ് സൈൻ 2πx/l by 2π/l. കോസിൻ്റെ ഇൻ്റഗ്രൽ സൈനാണ്. ഞാൻ ലിമിറ്റ് കൊടുക്കുക 0.0090 to 0.110. ലിമിറ്റ് അവിടെ കൊടുക്കുക. പിന്നെ എല്ലിൻ്റെ വാല്യൂ കൊടുക്കുക. എല്ലിൻ്റെ വാല്യൂ എന്താ, 2. പിന്നെ ഈ 2 വെട്ടിപ്പോവും. എല്ല് എന്നുള്ളത് 2/1 × 10⁻⁻10. എക്സിൻ്റെ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0.0110 - 0.0090 മൈനസ് ഈ സൈനിൻ്റെ ലിമിറ്റ് VL 2π/l ഡിനോമിനേറ്ററിലുണ്ടല്ലോ, മേൽക്കൊണ്ടാണെങ്കിൽ l/2π. എന്താ ചെയ്യുക, സൈൻ 2π എക്സിൻ്റെ അവിടെ കൊടുക്കുക 0.0110 ഇൻറ്റു 10⁻⁻10 എന്ന് കൊടുക്കാം. അത് എത്ര നാനോമീറ്ററിലാണോ, ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം.
ആ ചെറിയൊരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട്. ഇത് നാനോമീറ്ററിലാണ്. അപ്പോൾ ആ നാനോമീറ്ററിൽ നിന്ന് ഇവിടെ ഇട്ട് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ 10⁻⁻9 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, ഈ എക്സ് ഇവിടെ കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? നാനോമീറ്ററിലാണ്. ഇപ്പോൾ 10⁻⁻9 കൊണ്ട് ഗുണിക്കുക. മീറ്ററിലേക്ക് കൊണ്ടുവരാൻ ഫുള്ള് മീറ്ററിൽ കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ -9 10⁻⁻9 കോമൺ ആയിട്ട് വരും. അങ്ങനെ കോമൺ ആയിട്ട് എടുക്കുക. പിന്നെ ഇവിടെ 10⁻10 ബൈ എല്ലിൻ്റെ അവിടെ എന്തുണ്ട്? 1 × 10⁻10. ഓക്കെ, പിന്നെ മൈനസ് സൈൻ ലിമിറ്റ്, രണ്ടാമത്തെ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2π0 × 0.009 × 10⁻9 ബൈ 1 × 10⁻10 അത് കൊടുക്കുക. പിന്നെ ഇവിടെ L/2πയിൽ എല്ലിൻ്റെ പകരം നമുക്കെന്ത് കൊടുക്കാം? 1 × 10⁻9. ഇങ്ങനെ അത് സാധാരണഗതിയിൽ ചെയ്യാം. ഞാൻ വാല്യൂ കാൽക്കുലേറ്ററിൽ ഇതെല്ലാം കുറക്കുക, ഓരോന്ന് കൂട്ടി എഴുതുക. എല്ലാം ചെയ്ത് വരുമ്പോൾ എന്താ കിട്ടുക? ഇത് ഫുൾ അടിക്കുകയാണെങ്കിൽ ഏകദേശം 0.0038% വരിക. അല്ല, 0.0038 കിട്ടുക. പെർസെൻറ്റേജിലേക്ക് മാറ്റണമെങ്കിൽ 100 ഗുണിക്കുക. അപ്പോൾ 0.38% കിട്ടും. 100 ഗുണിക്കുമ്പോൾ ഈ 2 0 അങ്ങോട്ട് നീങ്ങും. 0.2 സ്ഥാനം റൈറ്റിലേക്ക് നീങ്ങും. അപ്പോൾ ഇത്ര പെർസെൻറ്റേജാണ്. പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ 0.38 അല്ലെങ്കിൽ ഇത്ര. ഇതാണ് എന്ത്? ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഇനി നമ്മൾ ഇൻ്റർവെൽ വളരെ ഷോർട്ടാണെങ്കിൽ വേറെ ട്രിക്ക് വേണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കാം. നമ്മുടെ ഇപ്പോൾ ഇൻ്റർവെൽ വളരെ ഷോർട്ടാണല്ലോ. 0.009 നിന്ന് 0.01 ചെറിയ ഇൻ്റർവെലാണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രേഷന് നടത്താൻ മാത്രം ഇല്ല. ഇൻ്റർവെൽ ശരിക്ക് ചെറിയ ഇൻ്റർവെലാണ്. ഒരു dxൻ്റെ വലിപ്പമൊക്കെ ഉള്ളൂ. അത് നമ്മൾ dx എന്നൊക്കെ സാധാരണ പറയലില്ലേ, അത്ര വലിപ്പമേ ഉള്ളൂ ആകെ ഇൻ്റർവെല്. ഇൻ്റർവെൽ വളരെ സ്മോൾ ആണെങ്കിൽ x2 - x1 എന്നുള്ളത് എന്താണ്? dxൻ്റെ വലിപ്പമേ ഉള്ളൂ ആകെ. അപ്പോൾ പിന്നെ നമ്മളെ P(x1, x2) അപ്പോൾ ഇൻ്റർവെൽ വളരെ സ്മോൾ ആണെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ് ചെയ്തിരുന്നത്? x1, x2 = ഇൻ്റഗ്രൽ x1 to x2 P(x) dx. അപ്പോൾ ഈ P(x) dxന് എങ്ങനെ ഒരുപാട് തവണ കൂട്ടപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്, സം ചെയ്യപ്പെടുകയാണ് ഇൻ്റഗ്രേഷനിൽ ചെയ്യുന്നത്. ഇത് ശരിക്കും വളരെ സ്മോൾ ആണെങ്കിൽ പിന്നെ ഒറ്റ കഷ്ണം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, P(x) dx. ഇങ്ങനെ എഴുതിയാൽ തന്നെ എന്താവും? പ്രോബിലിറ്റി ആവും. വലിയ ഇൻ്റർവെലാണെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് P(x) dxകൾ ഉണ്ടാവും. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും ഒരുപാട്. ഇൻ്റർവെൽ വളരെ ചെറുതാണെങ്കിൽ പിന്നെ ഇൻ്റഗ്രേഷൻ ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ P(x) dx ഡയറക്റ്റ് ചെയ്ത് എഴുതിയാലും മതി. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? 2/L sin² πx/L dx എന്നുള്ളത് x2 - x1 അത് കൊടുക്കുക. അതായത് 0.0110 -0.0090 ഇത് കുറക്കുക. ഇതിങ്ങനെ ചെയ്താൽ മതി. എല്ലിൻ്റെ അവിടെ നമ്മൾ ആ വാല്യൂസ് ഇതൊക്കെ കൊടുത്താൽ ഇവിടെ എക്സിന് എന്ത് ചെയ്യുക? നമ്മൾ ഈ രണ്ട് ഇൻ്റർവെല്ലിനും കൂടി നടുക്കത്തെ പോയിൻ്റ് എടുക്കുക. അതായത് 0.0110 അതുപോലെ 0.0090 ഇതിൻ്റെ നടുക്കുള്ള പോയിൻ്റ് എടുക്കുക. അതായത് 0.010 ഈ ഒരു പോയിൻ്റ് എടുത്തിട്ട് അവിടെ എക്സിന് കൊടുക്കുക. ഇതിപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ ചെറിയ ഇൻ്റർവെലാണ് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ചെറിയ ഇൻ്റർവെൽ ഇൻ ജനറൽ എല്ലാ സമയവും എങ്ങനെ സാറ്റിസ്ഫൈഡ് ആവും? എല്ലാ സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഫോർമുലയാണ് ഇത്.
ഇൻ്റർവെൽ ചെറുതാണെങ്കിൽ പിന്നെ ഇതിങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും കണക്കേക്കാരം. ഇനി ഏതായാലും രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തത് നേരെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടാമത്തെ എന്താ ചോദ്യം? ഇൻ ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ ബിറ്റ്വീൻ x=0 ആൻഡ് x=0.025. അപ്പോൾ ഇൻ്റർവെല്ല് 0 മുതൽ 0.025. നേരത്തെ ചെയ്ത പോലെ ചെയ്താൽ മതി. എന്ത് ചെയ്യുക? പി ഓഫ് x1 x2 ആണ്. x1 x2 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ x1 to x2 പി ഓഫ് എക്സ് ഡി എക്സ്. എന്താ? 0 to 0.025 ആണ്. പി ഓഫ് എക്സ് എന്താ? പി ഓഫ് എക്സ് എന്നുള്ളത് √2/x അല്ല, പി ഓഫ് എക്സ് എന്നുള്ളത് മോഡുലസ് ഓഫ് സൈൻ സ്ക്വയർ അല്ലേ? ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാ. 2/l സൈൻ സ്ക്വയർ n πx/l ആണ്. അപ്പോൾ n = 2 ആണ്. ഇത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് അല്ലേ? അപ്പോൾ 2πx/l. ഓക്കെ, അതിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2/l സൈൻ സ്ക്വയർ 2πx/l dx. നേരത്തെ പോലെ സൈൻ സ്ക്വയറിന് എന്ത് കൊടുക്കുക? 1 - cos 2n. ഇവിടെ 2πx എന്നുള്ളിടത്ത് 2θ ആകുമ്പോൾ എന്താവും? 4πx ആവും. 4πx/l. 1 - cos 4πx/l /2. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ചെയ്യണില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. അപ്പോൾ പ്രോബിലിറ്റി എന്ത് കിട്ടും? 0.25 എന്ന് കിട്ടാം. 0.25 ശതമാനത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ 100 കൊണ്ട് ഗുണിച്ച് ശതമാനം ഇട്ട് കൊടുക്കുക. 25%. 25%. അപ്പോൾ ഇത് ഇൻ്റഗ്രേഷൻ ഇവിടെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് 20.25 ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ശരിയാണ്. പ്രോബിലിറ്റി 1 എക്സ്പ്രസ് ചെയ്യുക, ശതമാനമാകുമ്പോൾ 100 എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ അതിന് നേരെ സ്കെയിൽ ചെയ്യാണ്. 100 പ്രോബിലിറ്റിയെ 100 ഗുണിക്കുമ്പോൾ ശതമാനത്തേക്ക് മാറും. ഓക്കെ, അപ്പോൾ ഇത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. സിമ്പിൾ. നേരത്തെ നേരത്തെ നമ്മൾ ചെയ്തില്ലേ അതേ ടെക്നിക്ക്. ഏത് ടെക്നിക്ക്? ഇത് ഉപയോഗിക്കണ്ട. ഈ ഇൻ്റർവെൽ ചെറുതാണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഇൻ്റർവെൽ ചെറുതാണെങ്കിൽ അത് ഉപയോഗിക്കണ്ട, അത് അവിടെ നോട്ടെ. അപ്പോൾ ജനറലായിട്ട് ഇത് നമുക്ക് അങ്ങനെ ആവശ്യം വരില്ല. ഇൻ്റർവെൽ ചെറുതാണെങ്കിൽ അത് അത്ര ആവശ്യം വരില്ല. നമ്മൾ നേരത്തെ അതിൻ്റെ മുമ്പ് ഇൻ്റഗ്രേഷനൊക്കെ വെച്ച് കണ്ടെത്തിയില്ല, അതുപോലെ ചെയ്യാം.